Hi friends, have a nice day ahead. We are going through the topic steps in planning an essay, which is included in the third unit, that is process of writing. നമ്മളിപ്പോൾ പ്രോസസ് ഓഫ് റൈറ്റിംഗ് എന്ന യൂണിറ്റിലെ തേർഡ് യൂണിറ്റിലെ ടോപ്പിക് ആയിട്ടുള്ള സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് എസ്സേ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യു നോ ദാറ്റ് ദർ ആർ 3 മെയിൻ സ്റ്റെപ്സ്: പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിങ്. അതിൽ നമ്മൾ പ്രീ റൈറ്റിംഗ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സെക്കൻഡ് പോയിന്റ്, ദറ്റ് ഇസ് റൈറ്റിംഗ്. റൈറ്റിംഗ് എന്ന പാർട്ടിൽ എന്തൊക്കെയാണ് വരുന്നത്? നിങ്ങൾക്ക് എഴുതേണ്ട മെയിൻ പോയിൻറ്റ്സ്, അതിൻ്റെ സപ്പോർട്ടിംഗ് ഐഡിയാസ്, നിങ്ങളുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്, അതിനെല്ലാം ഫ്രെയിം ചെയ്തിരിക്കണം. അതിനുശേഷം ഇൻട്രോഡക്ടറി പാരഗ്രാഫ് ഡ്രാഫ്റ്റ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് ബോഡി പാരഗ്രാഫും അതിൻ്റെ സപ്പോർട്ടിംഗ് പോയിൻറ്റ്സും എല്ലാം ഡ്രാഫ്റ്റ് ചെയ്യണം. അറ്റ് ലാസ്റ്റ് കൺക്ലൂഡിംഗ് പാരഗ്രാഫ് ഡ്രാഫ്റ്റ് ചെയ്യണം. ഇതോടുകൂടി നമ്മുടെ റൈറ്റിംഗ് പാർട്ട് അവിടെ അവസാനിക്കും. ആൻഡ് let's look at a detailed view. All right. So writing എന്ന് പറയുമ്പോൾ അതിലെ ആദ്യത്തെ പാർട്ടാണ് റൈറ്റിംഗ് ദ thesis statement. thesis statement എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു എസ്സേയുടെ മെയിൻ പോയിന്റ്. ഇറ്റ്സ് ദ ബാക്ക് ബോൺ ഓഫ് ആൻ എസ്സേ. ഒരു എസ്സേയുടെ നട്ടൽ എന്ന് വിളിക്കാവുന്നതാണ് thesis statement. ഇതാണ് ഒരു എസ്സേയുടെ മെയിൻ പോയിന്റ്. നമ്മൾ എന്തിനെക്കുറിച്ചാണോ എസ്സേ എഴുതുന്നത് അതാണ് thesis statement എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ വേണം ഒരു thesis statement? ഞാൻ പറഞ്ഞു, ബാക്ക് ബോൺ ഓഫ് ദ എസ്സേ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. എസ്സേയുടെ എല്ലാ ഭാഗങ്ങളെയും, ഡിഫറെൻറ്റ് പാർട്സിനെ എല്ലാം ചേർത്ത് പിടിക്കുന്ന പോയിൻ്റാണ് thesis statement. അതുകൊണ്ടാണ് ബാക്ക് ബോൺ ഓഫ് ദ എസ്സേ എന്ന് വിളിക്കുന്നത്. ഈ thesis statement ആണ് നമ്മൾ എന്തിനെക്കുറിച്ചാണ് എഴുതാൻ പോകുന്നത് എന്ന് റീഡേഴ്സിനോട് പറയുന്നത്. ഓക്കെ. ആൻഡ് യുനോ ഈ thesis statement ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഫിക്സ് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ബട്ട് ഇറ്റ് ഷുഡ് ബി ഷോർട്ട്, ക്ലിയർ ആൻഡ് പ്രിസൈസ്. വളരെ ക്ലിയർ ആയിരിക്കണം, വളരെ ചെറുതായിരിക്കണം, ഭയങ്കരമായ കറക്റ്റ് ആൻഡ് പ്രിസൈസ്, കൃത്യതയുള്ളതായിരിക്കണം. ഓക്കെ. ഈ ഒരു thesis സ്റ്റേറ്റ്മെൻ്റ് ആണ് റൈറ്ററിൻ്റെ വ്യൂ പോയിൻ്റ് എന്താണെന്ന് റീഡേഴ്സിന് കാണിച്ചു കൊടുക്കുന്നത്. എസ്സേയുടെ ടോണും ആ എസ്സേയുടെ പേർപ്പസും എല്ലാം thesis സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്നതോടുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ. സോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? The thesis statement is the backbone of the essay. It holds the different parts of the essay together. It tells the reader what the essay is about. You know, there is no fixed rule which says where the thesis statement should come in the introductory paragraph. Introductory paragraphil തന്നെ വരണം എന്നുള്ള, അവിടെ തന്നെ ഫിക്സ് ചെയ്യണം എന്ന യാതൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല. But it should be short, clear and precise. ഓക്കെ. ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ കുറേ സാമ്പിൾ thesis സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയ സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കുക. ആൻഡ് യു നോ, എ thesis സ്റ്റേറ്റ്മെൻറ്റ് റിവീൽസ് ദ സ്റ്റാൻഡ് പോയിൻ്റ് ഓഫ് ദി റൈറ്റർ. ഇറ്റ് സെറ്റ്സ് ദ ടോൺ ആൻഡ് പേർപ്പസ് ഓഫ് ദി എസ്സേ. ഓക്കെ. അപ്പോൾ thesis സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു എസ്സേയുടെ ബാക്ക് ബോൺ ആണ്. ആ എസ്സേയുടെ മെയിൻ പോയിൻ്റ് ആയിരിക്കണം. അത് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് റീഡേഴ്സിന് നമ്മുടെ എസ്സേയെക്കുറിച്ചുള്ള എല്ലാ ധാരണയും ഉണ്ടാവുന്നത്. ഓൾ റൈറ്റ്. യൂഷ്വലി ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഓപ്പണിംഗ് പാരഗ്രാഫ്. A thesis statement allows the reader to know what the essay is about. എസ്സേ എന്തിനെക്കുറിച്ചാണെന്ന് റീഡേഴ്സിന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ യൂഷ്വലി നമ്മൾ ഇൻട്രോഡക്ടറി പാരഗ്രാഫിലാണ് അത് കൊടുക്കാറുള്ളത്. എന്നാൽ അവിടെ തന്നെ ഫിക്സ് ചെയ്യണം എന്ന് യാതൊരു നിബന്ധനയും ഇല്ല എന്നുള്ളതാണ്. And you know, the key ideas of your essay are arranged in the order of their importance, where more important ideas are followed by less important ones. എപ്പോഴും നിങ്ങൾ കൊടുക്കേണ്ട കുറേ പോയിൻറ്റ്സ് ഉണ്ടാവില്ല. നമ്മൾ പോയിൻറ്റ്സ് ഔട്ട് ചെയ്തിട്ടുള്ള പ്രീ റൈറ്റിങ്ങിൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അതിനെല്ലാം മോർ ഇമ്പോർട്ടൻറ്റ് ഏതിനാണോ അതാദ്യം എഴുതുക.
അതിനുശേഷം ലെസ് ഇമ്പോർട്ടൻ്റ് ഉള്ളത് കൊടുക്കുക. അങ്ങനെ ഇമ്പോർട്ടൻസിനനുസരിച്ച് നമ്മളതിനെ ഫിഗർ ഔട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ്, സപ്പോർട്ടിങ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് എവിഡൻസ്. അപ്പോൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ. ഈ എവിഡൻസ് എന്ന് പറഞ്ഞാൽ അതിലെന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും? എക്സ്പ്ലനേഷൻസ്, ഡീറ്റെയിൽസ്, എക്സാമ്പിൾസ്, കൊട്ടേഷൻസ് ഫ്രം റിലയബിൾ സോഴ്സസ്, ഒപ്പീനിയൻസ് ഫ്രം എക്സ്പേർട്സ്, ഫാക്ട്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇല്ലസ്ട്രേഷൻസ് ആൻഡ് പേഴ്സണൽ ഒബ്സർവേഷൻസ്. ഇതൊക്കെ നമുക്ക് എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ എവിഡൻസസിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദ സോഴ്സസ് ഓഫ് എവിഡൻസ്, എവിഡൻസിൻ്റെ സോഴ്സ്, നമുക്ക് കിട്ടുന്ന ആ സോഴ്സ്, എവിഡൻസ് നമ്മൾ എടുക്കുന്ന സോഴ്സിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദ സോഴ്സസ് ഓഫ് എവിഡൻസ് ക്യാൻ ബി ടെക്സ്ച്വൽ, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ടെക്സ്ച്വൽ, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ടെക്സ്ച്വൽ സോഴ്സ്, പ്രൈമറി സോഴ്സ് ആൻഡ് സെക്കൻഡറി സോഴ്സ്. ടെക്സ്ച്വൽ സോഴ്സ്, ടെക്സ്ച്വൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഫ്രം ദ പോംസ്, ഡ്രാമാസ്, നോവൽസ് ആൻഡ് സ്റ്റോറീസ് യു ഹാവ് സ്റ്റഡീഡ് ഓർ മൂവീസ് യു ഹാവ് സീൻ. നിങ്ങൾ കണ്ട മൂവീസിൽ നിന്നോ നിങ്ങൾ പഠിച്ച സ്റ്റോറീസിൽ നിന്നോ പോംസ്, ഡ്രാമാസ്, നോവൽസ്, ഇതിൽ നിന്നൊക്കെ നിങ്ങൾ എടുക്കുന്ന എവിഡൻസിനെയാണ് ടെക്സ്ച്വൽ എവിഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് പ്രൈമറി എവിഡൻസ് ഇസ് വാട്ട് യു ഹാവ് പേഴ്സണലി എക്സ്പീരിയൻസ്ഡ്. നിങ്ങൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ കോട്ട് ചെയ്യുമ്പോഴാണ് പ്രൈമറി എവിഡൻസ് എന്ന് പറയുക. ആൻഡ് സെക്കൻഡറി എവിഡൻസ് എന്ന് പറഞ്ഞാലോ എക്സ്പേർട്ട് ഒപ്പീനിയൻസ്, ക്രിറ്റിക്കൽ കമൻറ്റ്സ് ആൻഡ് റിവ്യൂസ്, ഇതൊക്കെ നമുക്ക് സെക്കൻഡറി എവിഡൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. സെക്കൻഡറി എവിഡൻസ് നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. സ്കോളർലി ജേർണൽസ്, ബുക്സിൽ നിന്നെടുക്കുന്നത്, സ്കോളർലി എസ്സേസ്, ഇൻ്റർവ്യൂ, റിപ്പോർട്ട്സ് ഫ്രം ട്രസ്റ്റ്വർത്തി ഏജൻസീസ്, ഒരു വിശ്വസിക്കാൻ പറ്റിയ ഏജൻസി പുറത്തുവിടുന്ന റിപ്പോർട്ട്, അതിൽ നിന്നെടുക്കുന്ന കാര്യങ്ങൾ, റിവ്യൂ പബ്ലിഷ്ഡ് ഇൻ ജേർണൽസ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതൊക്കെ ഓതൻറ്റിസിറ്റി ഉള്ളതായിരിക്കും, ഓതൻറ്റിസിറ്റിയോട് കൂടിയുള്ളതായിരിക്കും. ആൻഡ് റിവ്യൂ പബ്ലിഷ്ഡ് ഇൻ ജേർണൽസ്, വീഡിയോ ഓഫ് ലെക്ചേഴ്സ് ബൈ എമിനൻ്റ് സ്കോളേഴ്സ്, ഡിസർട്ടേഷൻസ് ആൻഡ് പ്രൊജക്റ്റ് വർക്ക്, കോൺഫറൻസ് പ്രൊസീഡിങ്സ് ആൻഡ് റെപ്യൂട്ടഡ് മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന എവിഡൻസുകളെ നമ്മൾ സെക്കൻഡറി എവിഡൻസ് എന്നാണ് പറയുക. റൈറ്റ്. സോ ഐ എം റിപ്പീറ്റിംഗ്. നമ്മൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമാണ് റീഡേഴ്സിനെ കൺവീൻസ് ചെയ്യിക്കാൻ നമുക്ക് പറ്റുള്ളൂ. Evidence in an academic paper basically means the reasons for holding the views expressed in the thesis statement and providing supporting details that make the thesis clear and logical. All right. The sources of your evidence are usually categorized as textual, primary, and secondary. The primary sources are the original or the first sources because it's your experience. If your essay is on a scientific experiment, you have conducted, the outcome of your experiment can be considered primary evidence. ഒരു എക്സ്പെരിമെൻ്റ്, ഒരു സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റിൻ്റെ മേലെയുള്ള എസ്സേ ആണ് നിങ്ങൾക്ക് എഴുതേണ്ടതെങ്കിൽ ആ എക്സ്പെരിമെൻ്റ് ചെയ്ത് കിട്ടുന്ന ഔട്ട്കം ഉണ്ടാവുമല്ലോ, ആ ഔട്ട്കമ്മിനെയാണ് നമ്മൾ പ്രൈമറി എവിഡൻസ് എന്ന് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങളൊരു എസ്സേ, ഒരു നോവലിനെ കുറിച്ചൊക്കെയുള്ള എസ്സേ ആണ് എഴുതുന്നതെങ്കിൽ അതിൽ നിന്നുള്ള കൊട്ടേഷൻസ് ആണ് നിങ്ങൾ പ്രൈമറി സോഴ്സായിട്ട് എടുക്കേണ്ടത്. ഓൾ റൈറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു എവിഡൻസ് ഡ്രോൺ ഫ്രം ദ ടെക്സ്റ്റ് ഓഫ് യുവർ സ്റ്റഡി ലൈക്ക് പോംസ്, മൂവീസ്, ഡ്രാമാസ്, നോവൽ, സ്റ്റോറീസ്, ഇങ്ങനെയൊക്കെ നമ്മൾ എടുക്കുന്ന എവിഡൻസ് ആർ കോൾഡ് ടെക്സ്ച്വൽ എവിഡൻസ്. ഓൾ റൈറ്റ്. ഇങ്ങനെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റും
അതിൻ്റെ എവിഡൻസും സപ്പോർട്ടിംഗ് എവിഡൻസും നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് റൈറ്റിംഗ് ഇൻട്രോഡക്ടറി പാരഗ്രാഫ് എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇൻട്രോഡക്ഷൻ എഴുതണം. നമുക്കറിയാം ഫസ്റ്റ് പാരഗ്രാഫ് ആയിരിക്കും ഏതൊരു എസ്സേയുടെയും ഇൻട്രോഡക്ഷൻ എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് പാരഗ്രാഫ് ഷുഡ് ഗ്രാബ് ദ അറ്റൻഷൻ ഓഫ് ദി റീഡർ. എന്ത് കാര്യവും ഏതൊരു എസ്സേ എഴുതുമ്പോഴും അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രോഡക്ഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയാലേ റീഡേഴ്സിന് അവിടെ പിടിച്ചിരുത്താൻ നമുക്ക് പറ്റുള്ളൂ. ദാറ്റ്സ് വൈ ദ ഫസ്റ്റ് പാരഗ്രാഫ് ഷുഡ് ഗ്രാബ് ദ അറ്റൻഷൻ ഓഫ് ദി റീഡർ. വായനക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇറ്റ് ഷുഡ് ഇൻവൈറ്റ്സ് ദ അറ്റൻഷൻ ഓഫ് ദി റീഡർ. റീഡറുടെ ശ്രദ്ധ നന്നായിട്ട് അവരുടെ അറ്റൻഷൻ നന്നായിട്ട് കിട്ടണം. അവരുടെ അറ്റൻഷൻ നന്നായിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കണം. ശ്രദ്ധയെ ആകർഷിക്കാൻ പറ്റണം. ആൻഡ് ഇറ്റ് ഷുഡ് ഗിവ്സ് വൈറ്റൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് പ്രസൻസ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻട്രോഡക്ടറി പാരഗ്രാഫിൽ നമ്മൾ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിരിക്കണം. അത് അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. ബട്ട് നല്ല അട്രാക്റ്റീവ് ആവാൻ, അതേപോലെ ആളുകൾക്ക് ഈ എസ്സേയെക്കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കിട്ടാനൊക്കെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻട്രോഡക്ഷനിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഔട്ട്ലൈൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ ഇങ്ങനെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതോടുകൂടി തന്നെ ഇറ്റ് ഷുഡ് പ്രൊവൈഡ്സ് ഔട്ട്ലൈൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ ഒരു എസ്സേയെക്കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ മാത്രമാണ് ഇൻട്രോഡക്ഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് മാറുള്ളൂ. ഓൾ റൈറ്റ്, യു നോ ദാറ്റ് besides giving the main ideas and outline of your essay, the introductory or opening paragraph of an essay aims at grabbing the attention of your reader and makes few statements on the background. ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴാണ് റീഡേഴ്സിൻ്റെ അറ്റൻഷൻ നന്നായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇൻട്രോഡക്ടറി പാരഗ്രാഫ് എങ്ങനെയുള്ളതായിരിക്കണം? ഇറ്റ് ഷുഡ് ഇൻവൈറ്റ്സ് ദ അറ്റൻഷൻ ഓഫ് ദി റീഡർ, ഇറ്റ് ഷുഡ് ഗിവ്സ് വൈറ്റൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, it should present the thesis statement, and it provides outline statements. Right. പിന്നെ നമുക്ക് ചാടേണ്ടത് ബോഡി പാരഗ്രാഫ് എഴുതുന്നതിലേക്കാണ്. ഇൻട്രോഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഴുതേണ്ടത് ബോഡി പാരഗ്രാഫ്സ് ആണ്. ബോഡി പാരഗ്രാഫ് എഴുതുമ്പോൾ നമുക്കറിയാം എസ്സേയിലുള്ള ഓരോ പാരഗ്രാഫും ഒരു ചെയിനിലുള്ള കണ്ണി പോലെയാണ്. ലിങ്ക് ഇൻ എ ചെയിൻ, ഒരു ചെയിനിലുള്ള കണ്ണി പോലെയാണ്. ഈ ഓരോ പാരഗ്രാഫിലും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഐഡിയ ഓരോ പാരഗ്രാഫും നൽകുന്നുണ്ട്. നമ്മൾ പഠിച്ചതാണ് 3 പാരഗ്രാഫ് ഉണ്ടെങ്കിൽ, 3 ബോഡി പാരഗ്രാഫ്സ് ഉണ്ടെങ്കിൽ ഓരോ പാരഗ്രാഫിലും ഓരോ മെയിൻ ആയിട്ടുള്ള ഐഡിയയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഐഡിയാസും ഉണ്ടായിരിക്കണം. അപ്പോൾ ഓരോ പാരഗ്രാഫും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതിന് ആ ഐഡിയയെ നമ്മൾ ശരിയായ രീതിയിൽ അതിൻ്റെ എക്സ്പ്ലനേഷനും എക്സാമ്പിൾസും ഒക്കെ വെച്ചിട്ട് നമ്മൾ സമർത്ഥിക്കേണ്ടതുണ്ട്. റൈറ്റ്. ഈച്ച് പാരഗ്രാഫ് ഇൻ ആൻ എസ്സേ ഈസ് ലൈക്ക് എ ലിങ്ക് ഇൻ എ ചെയിൻ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഹോൾനെസ് ഓഫ് ദി വർക്ക്. ഈച്ച് പാരഗ്രാഫ് ഷുഡ് ഗിവ് എ കംപ്ലീറ്റ് ഐഡിയ വിത്ത് നെസസറി എക്സ്പ്ലനേഷൻസ് ആൻഡ് എക്സാമ്പിൾസ്. ഇങ്ങനെ നല്ല അട്രാക്റ്റീവായ രീതിയിൽ, വളരെ പെർഫെക്റ്റ് ആയ രീതിയിൽ ബോഡി പാരഗ്രാഫ്സ് എഴുതണമെങ്കിൽ യു ഷുഡ് റിമെമ്പർ സം പോയിൻറ്റ്സ്. ഏതൊക്കെയാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ? എ പാരഗ്രാഫ് പ്രസൻറ്റ്സ് വൺ ഐഡിയ. ഒരു പാരഗ്രാഫ് എപ്പോഴും ഒരു ഐഡിയയെ മാത്രമാണ് നൽകുന്നത്. ആൻഡ് ദ പാരഗ്രാഫ് മേ ബി ബിറ്റ്വീൻ 5 to 10 സെൻറ്റൻസസ്. ഒരു പാരഗ്രാഫിൽ മോസ്റ്റ് ഓഫ് ദ ടൈം 5 to 10 സെൻറ്റൻസസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ആൻഡ് ഓരോ പാരഗ്രാഫും മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. ഈച്ച് പാരഗ്രാഫ് ഷുഡ് കോൺട്രിബ്യൂട്ട് ടു ദ മെയിൻ ടോപ്പിക്. റൈറ്റ്. പിന്നെ നമ്മൾ ട്രാൻസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ, ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് നെക്സ്റ്റ് പാരഗ്രാഫിലേക്കുള്ള ട്രാൻസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ യു മേ യൂസ് വേർഡ്സ് ലൈക്ക് therefore, thus, however, hence, furthermore, nevertheless, consequently, still, moreover, meanwhile, ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു പാരഗ്രാഫിൽ നിന്ന് മറ്റൊരു പാരഗ്രാഫിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ, മാറ്റം കാണിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സാണ് therefore, thus, however, hence, furthermore,
nevertheless, consequently, still, moreover, and meanwhile. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട പോയിൻ്റാണ് ദ ടോപ്പിക് ഷുഡ് നോട്ട് ബി ടു നാരോ ഓർ ടു ബ്രോഡ്. വളരെ നാരോ ആയിട്ട് ഇടുങ്ങിയതോ വളരെ ബ്രോഡായ വിശാലമായതോ ആയിരിക്കരുത് നിങ്ങളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ദ ടോപ്പിക് ഷുഡ് നോട്ട് ബി ടു നാരോ ഓർ ടു ബ്രോഡ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ വേർഡ്സിൽ വൊക്കാബുലറീസിലൊക്കെ ഭയങ്കര വേരിയേഷൻസ് വരുത്തണം. ലെറ്റ് ദർ ബി വേരിയേഷൻസ് ഇൻ ദ വൊക്കാബുലറി. ദെൻ യു നോ, ഓരോ സെൻറ്റൻസിനും ഓരോ ഫങ്ഷനുണ്ട്, ഓരോ റോളുണ്ട്. അത് ടോപ്പിക് സെൻറ്റൻസ് ആകാം, നമ്മുടെ ഐഡിയാസ്, മെയിൻ ഐഡിയയെ വളരെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന രീതിയിൽ ഊട്ടിയുറപ്പിക്കുന്നതാവാം, നമ്മളുടെ അനാലിസിസ് കാണിക്കുന്നതാവാം. അങ്ങനെ ഓരോ സെൻറ്റൻസിനും അതിൻ്റേതായ റോളുണ്ട്. എവ്രി സെൻറ്റൻസ് ഹാസ് എ ഫങ്ഷൻ. ഇറ്റ് ക്യാൻ ബി ദ ടോപ്പിക് സെൻറ്റൻസ്, സബ്സ്റ്റാൻസിയേഷൻ, ട്രാൻസിഷൻ ഓർ കൺക്ലൂഷൻ. അങ്ങനെ ഓരോ സെൻറ്റൻസിനും അതിൻ്റേതായ ഫങ്ഷനുണ്ട്. അത് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതേപോലെ ഡോണ്ട് മേക്ക് വേ ജനറലൈസേഷൻസ് ലൈക്ക് ഓൾ ബോയ്സ് ആർ ലേസി. അപ്പം നോക്കിക്കേ, ഒരു സെൻറ്റൻസ് ആണ് ഓൾ ബോയ്സ് ആർ ലേസി എന്ന് പറയുന്നത്. ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, എല്ലാ ബോയ്സിനെയും കൂടെ പെടുത്തുന്നതാണ്. അപ്പം ഇതുപോലെയുള്ള പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള സെൻറ്റൻസ് ഒരിക്കലും എഴുതാൻ പാടില്ല. കാരണം നമുക്ക് എല്ലാവരെ കുറിച്ചും അറിയില്ല. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് ഇതുപോലെ ഓൾ ബോയ്സ് ആർ ലേസി, ഓൾ ഗേൾസ് ആർ സ്മാർട്ട്, അങ്ങനെ പറയുന്ന ജനറലൈസ് ചെയ്യുന്ന സെൻറ്റൻസസ് ഒന്നും നമ്മൾ നമ്മുടെ എസ്സേയുടെ പാരഗ്രാഫിൽ എഴുതാൻ പാടില്ല. ഡോണ്ട് മേക്ക് വെയ്റ്റ് ജനറലൈസേഷൻസ് ലൈക്ക് ഓൾ ബോയ്സ് ആർ ലേസി ഓർ ഓൾ ഗേൾസ് ആർ സ്മാർട്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ ബോഡി പാരഗ്രാഫ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഐ എം റിപ്പീറ്റിംഗ്. You know, paragraph in academic vocabulary refers to body paragraphs or the main paragraphs of an essay. Each paragraph in an essay works like a link in a chain, contributing to the wholeness of the work. However, paragraphs are to be written in such a way as to make them stand independent of the totality of the essay as well. That is, each paragraph gives a complete idea with necessary explanations, illustrations, quotations, and other forms of substantiation. Right. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങൾ ഓർത്ത് വെക്കണം. ദ പേർപ്പസ് ഓഫ് എ പാരഗ്രാഫ് ഇസ് ടു പ്രസൻറ്റ് വൺ ഐഡിയ, to present a topic, sentence, and supporting points. It may be necessary to write 5 to 10 sentences in a paragraph. Each paragraph is an extension of the main topic, and each paragraph contributes to elaborating the idea explored in the essay. Therefore, a body paragraph is not to be used to present ideas unrelated to the main topic of the essay. Okay, then you may be required to use certain expressions like therefore, thus, however, hence, furthermore, nevertheless, consequently, still, moreover, and meanwhile. ഇതെല്ലാം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഇൻഡിക്കേറ്റ് ട്രാൻസിഷൻ ഓർ ടു കൺക്ലൂഡ് ദ പാരഗ്രാഫ്. പിന്നെയുള്ള പോയിന്റ്, ബി കോൺഷ്യസ് ഓഫ് യുവർ വൊക്കാബുലറി ആൻഡ് യു നോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ നോട്ട് ടു യൂസ് ദ സെയിം വേർഡ്സ് ഓഫൺ. വേരിയേഷൻ ഉണ്ടായിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ്സിലെല്ലാം. ആൻഡ് റൈറ്റ് ഈച്ച് സെൻറ്റൻസ് ഇൻ എ പാരഗ്രാഫ് ഹാസ് എ ഫങ്ഷൻ. A sentence may serve as a topic sentence, substantiation, conclusion or transition. ഓരോന്നിൻ്റെയും ഫങ്ഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അതിനനുസരിച്ച് നമ്മൾ ചെയ്യാൻ. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് റൈറ്റിംഗ് ബോഡി പാരഗ്രാഫ്സ്. അപ്പം നമ്മൾ എത്ര ബോഡി പാരഗ്രാഫ്സ് ആണോ ഉള്ളത് അത്രയും പോയിൻറ്റ്സും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസും എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു എസ്സേയുടെ ലാസ്റ്റ് പാർട്ടാണ് കൺക്ലൂഡിംഗ് പാരഗ്രാഫ് എഴുതുക എന്നുള്ളത്. റൈറ്റ്. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു എസ്സേയെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ അതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കണം. യു നോ ഇറ്റ് യൂഷ്വലി ബിഗിൻസ് വിത്ത് ഫ്രേസ് ടു ലൈക്ക് ടു കൺക്ലൂഡ്, ടു സം അപ്പ്, ഇൻ സമ്മറി, ഇൻ കൺക്ലൂഷൻ ഓർ ഫൈനലി, അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡിങ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാം.
കൺക്ലൂഡിങ് പാരഗ്രാഫ് ബിഗിൻ ചെയ്യേണ്ട ഫ്രേസസ് ആണ് ടു കൺക്ലൂഡ്, ടു സം അപ്പ്, ഇൻ സമ്മറി, ഇൻ കൺക്ലൂഷൻ, ഫൈനലി, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കൺക്ലൂഡിങ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മളുടെ എസ്സേയിൽ നമ്മൾ പറഞ്ഞ തീസിസ് സ്റ്റേറ്റ്മെൻ്റ് ഇല്ലേ, ആ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വേർഡ്സ് ഒന്നുകൂടെ നമുക്ക് സമ്മറൈസ് ചെയ്ത് ഒന്നുകൂടെ നമുക്ക് റീഫ്രേസ് ചെയ്ത് പറയാം. റീഫ്രേസ് ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. അവസാനം മേക്ക് എ കൺക്ലൂഷൻ ഗിവിങ് യുവർ ഓൺ വ്യൂ ഓൺ ദി ടോപ്പിക്. നിങ്ങളുടേതായ വ്യൂ പോയിൻറ്റും കൂടെ പറഞ്ഞിട്ട് വേണം, ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ വ്യൂ പോയിൻറ്റും കൂടെ പ്രസൻറ്റ് ചെയ്തിട്ട് വേണം കൺക്ലൂഷൻ അവസാനിപ്പിക്കാൻ. ഓക്കെ, എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്? കൺക്ലൂഷൻ പാരഗ്രാഫ് is the last paragraph of your essay. You know that. You are expected to restate your thesis statement given in the introduction, summarize the points through which you explained your thesis statement in the body paragraphs, and finish your essay with a concluding remark. Right. Usually opens with a transitional word or phrase like to conclude, to sum up, in summary, in conclusion, finally, ഇങ്ങനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കൺക്ലൂഡിങ് പാരഗ്രാഫ് എഴുതാം. And it returns to the main points of the essay by restating or rephrasing the thesis statement. Thesis statementനെ ഒന്നുകൂടെ നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യും അവിടെ. And it gives a broad concluding statement to indicate your viewpoint on the issue. All right. ഇത്രയും ആവുമ്പോഴേക്ക് നമ്മുടെ എസ്സേ നമ്മളവിടെ കംപ്ലീറ്റ് ആയിട്ട് എഴുതി കഴിയും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ റൈറ്റിംഗ് എന്ന പാർട്ടിൽ പഠിച്ചിട്ടുള്ളത്? റൈറ്റിംഗ് ഇൻട്രോഡക്ടറി പാരഗ്രാഫ്, ദെൻ റൈറ്റിംഗ് ബോഡി പാരഗ്രാഫ്സ്, റൈറ്റിംഗ് ദ കൺക്ലൂഡിംഗ് പാരഗ്രാഫ്. ഇത്രയുമാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പ്ലാനിങ് ആൻ എസ്സേ, ഒരു എസ്സേ പ്ലാൻ ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ 3 സ്റ്റെപ്സാണ് മെയിനായിട്ട് നമുക്ക് കാറ്റഗറി ചെയ്യാൻ പറ്റുക. പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ് ആൻഡ് റിവൈസിങ്. അതിൽ പ്രീ റൈറ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു, റൈറ്റിംഗ് ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് വി ഹാവ് ടു ലുക്ക് ദ പോയിൻറ്റ് റിവൈസിങ്, ആൻഡ് ഐ തിങ്ക് ദാറ്റ് വിൽ ബി ടേക്കൺ in the next session. Until then, bye.